100 ദിവസം കൊണ്ട് തടി ഉറക്കണ ചലഞ്ചിൽ ഇന്നത്തെ ദിവസം 55. രാവിലത്തെ പ്രധാനപ്പെട്ട പണിയായ പല്ല് തേച്ച് കഴിഞ്ഞ് വണ്ടി എടുത്ത് ജിമ്മിൽ പോകുന്നുണ്ട് നോക്കിയപ്പോ വണ്ടിയിൽ ഒരു തുള്ളി എണ്ണ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വള്ളിച്ചാട്ടം എടുത്ത് വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനത്തെ വർക്കൗട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഒരാഴ്ച നല്ല പനിയും ശ്വാസം മുട്ടായി കിടന്നപ്പോൾ എനിക്ക് വന്ന കമന്റുകളാണ് ഇതൊക്കെ. ഇങ്ങനെ എനിക്ക് ഈ 2 കമന്റ് മാത്രമല്ല ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒന്ന് ശ്വാസം പോലും നേരെ മാർക്കും കിട്ടാത്തതുകൊണ്ടാണ് വർക്കൗട്ടും കാര്യങ്ങളെല്ലാം നല്ലപോലെ മുടങ്ങിയത്. ഇനി എന്തായാലും വർക്കൗട്ട് എല്ലാം മാക്സിമം മുടങ്ങാണ്ട് ചെയ്തോളാം. അപ്പൊ എന്തായാലും വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് ഒന്ന് കുളിച്ച് റെഡി. രാവിലെ കഴിക്കാൻ കോഴിമുട്ടില്ലാത്തതുകൊണ്ട് ഒരു വർഷം തണ്ണിമത്തനും കഴിച്ച് ഇന്ദറിന്റെ അച്ഛന്റെ വണ്ടി എന്തോ കംപ്ലൈന്റ് ആയി കിടക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനും കൂടി അത് വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർക്ക്ഷോപ്പിലെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നേരത്തെ ഈ ഒരു ഹോട്ടലിൽ കയറി 2 ദോശയും കൂടെ കുറച്ച് ചട്ടിയും വാങ്ങി കഴിച്ച് രാവിലത്തെ വലിയൊരു വിശപ്പിനെ ഞാൻ അതിൽ ഒതുക്കി. എന്നിട്ട് വണ്ടി എടുത്ത് ഞാൻ അവനും കൂടി നേരെ പോയി ഞങ്ങളുടെ ഈ ഒരു കൂട്ടുകാരന്മാരെടുത്തേക്കാണ്. അവിടെ കുറച്ചധികം നേരം സംസാരിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും സമയം 1:20. അതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു. ഒരു കയ്യിൽ ചോറും പുളിച്ചാറും കൂടെ തേങ്ങ ചമ്മന്തി. ഇന്ന് കറി വെക്കാനുള്ള എല്ലാ സാധനങ്ങളും കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു പുളിച്ചാറും തേങ്ങ ചമ്മന്തി എടുത്ത് കഴിച്ചത്. എന്തായാലും അതും കഴിച്ച് വൈകുന്നേരം ആയതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് വണ്ടി എടുത്ത് നേരെ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജിമ്മിൽ എത്തിയിട്ട് ഇന്ന് തന്നെ വർക്കൗട്ട് ആയ ബാക്ക് അതുപോലെ തന്നെ ബൈസെപ്സ് ആണ് ഞാൻ അടിച്ചത്. പിന്നെ ഒരുപാട് പേരെ എന്നെ കൊണ്ട് സാധിക്കില്ല പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് പറ്റണതിന്റെ അങ്ങേയറ്റം വെയിറ്റ് ഇട്ട് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ വലിയൊരു ഉദാഹരണമാണ് എന്റെ ഈ ഒരു ക്ഷീണിച്ചിട്ടുള്ള ഇരിക്കല്. എന്തായാലും ആ ക്ഷീണമെല്ലാം മാറ്റി നേരെ തിരിച്ച് വീട്ടിൽ പോയി നല്ല പോലെ ഒന്ന് കുളിച്ചിടെ രാത്രി കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു. 1 സ്പൂൺ എണ്ണ ഉപയോഗിച്ചുണ്ടാക്കി ഉപ്പാവും കൂടെ 4 കഷ്ണം മീനും. എന്തായാലും അതും കഴിച്ച് വിശപ്പ് മാറ്റി രാത്രി ഒരു 10:30 ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പൊ എന്തായാലും 100 ദിവസത്തിൽ 55-ാമത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഇനി നമുക്ക് 56-ാം ദിവസം കാണാം. അതുവരെ ബൈ.